നെക്സ്റ്റ് ഈസ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ്. അതായത് എന്താണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ? അത് പറയുന്നതിന് മുമ്പ് മീഡിയൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നതാണ് മീഡിയൻ. മീൻ പോലെ തന്നെ വേറൊരു രീതിയിലുള്ള ഒരു ആവറേജ് ആണ് മീഡിയൻ. മീഡിയൻ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വാട്ട് യു മീൻ ബൈ മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് മീഡിയൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ കുറേ ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. 10, 8, 7, 11, 4. ഇതിൻ്റെ മീഡിയൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതലാണ്. മറക്കരുത്, മീഡിയൻ കാണാൻ പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതണം, ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ നമ്പർ 4 ആണ്, പിന്നെ അടുത്ത നമ്പർ 7, പിന്നെ 8, പിന്നെ 10, പിന്നെ 11. എന്നിട്ട് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കറക്റ്റ് നടുക്ക് വരുന്ന നമ്പർ, കറക്റ്റ് മിഡിലിൽ വരുന്ന നമ്പർ, അതാണ് മീഡിയൻ. അതേതാണ്? 8. മനസ്സിലായല്ലോ? അപ്പോൾ മീഡിയൻ നമ്മൾ ഷോർട്ട് ഫോമിൽ ക്യാപിറ്റൽ ലെറ്റർ M എന്ന് എഴുതും. 8 ആണത്. ക്ലിയർ ആയല്ലോ ഈ എക്സാമ്പിൾ? അപ്പോൾ മീഡിയൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ വാല്യൂ എടുക്കുക. ഇതിനൊരു ഫോർമുല വരുന്നുണ്ട്. ആദ്യം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫോർമുലയായിട്ട് പറഞ്ഞുതരാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. വേറൊരു നമ്പർ നോക്കാം. സേ 5, 6, 9, 4, 8, 10. ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ മീഡിയൻ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇൻക്രീസിങ് ഓർഡർ, ഇതിലേറ്റവും ചെറിയ നമ്പർ 4 ആണ്. പിന്നെ വരുന്നത് ഏതാ? 5 അല്ലേ? പിന്നെ 6 ആണ്. 4, 5, 6, 8, 9, 10. കറക്റ്റ് അല്ലേ? 4, 5, 6, 8, 9, 10. ഇതിലൊരു സിംഗിൾ മിഡിൽ ടേം ഇല്ല. 6 മിഡിലല്ല, കാരണം 6ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 നമ്പറും 6ൻ്റെ റൈറ്റ് സൈഡിൽ 3 നമ്പറും ഉണ്ട്. അപ്പോൾ 6 മിഡിലല്ല. അപ്പോൾ 8 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. 8ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 നമ്പറും റൈറ്റ് സൈഡിൽ 2 നമ്പറേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിളായിട്ടുള്ളൊരു മിഡിൽ നമ്പർ ഇല്ല ഇവിടെ. അപ്പോൾ 2 മിഡിൽ നമ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ 6 and 8 ആർ ദ മിഡിൽ നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം 6, 8ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 2. ഇവിടെ 2 സിംഗിളായിട്ടുള്ളൊരു മിഡിൽ നമ്പർ ഇല്ല, 2 മിഡിൽ നമ്പർ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ മീഡിയൻ കാണണമെങ്കിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റർ M കാണണമെങ്കിൽ 2 നമ്പറാണ് മിഡിൽ വരണമെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. ആവറേജ് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 7 കിട്ടും. അപ്പോൾ മീഡിയൻ കാണുന്നത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല നമുക്ക് നോക്കാം. ഇതിനൊരു ഫോർമുലയുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഒരുപാട് നമ്പറുകൾ വരുമ്പോൾ മിഡിൽ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഏതാണ് മിഡിലെന്ന്. ഒരുപാട് നമ്പർ തരുമ്പോൾ മിഡിൽ വരുന്ന ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീഡിയൻ കാണാനുള്ള ഫോർമുല ഇവിടെ എഴുതുക, ബൈ ഹാർട്ടാക്കി വെക്കുക. M എന്ന് പറഞ്ഞാൽ മീഡിയനാണ്. 2 കേസായിട്ട് വരുന്നുണ്ട്. ഒന്ന് n+1/2th ഡാറ്റ എന്നാണ് കേട്ടോ. ഇഫ് n ഈസ് ഓഡ്, n ഓടാണെങ്കിൽ n+1/2th ഡാറ്റ ആയിരിക്കും. ആഫ്റ്റർ റൈറ്റിംഗ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. ആഫ്റ്റർ റൈറ്റിംഗ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം മാത്രമേ ഈ ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓടാകുമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്.
ഇവിടെ n എത്രയാണ് 5 ആണ് അല്ലേ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, n 5 ആണ്. ഈ n 5 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ആയല്ലോ. ഈ ഫോർമുല പ്രകാരം n+1/2th ഡാറ്റ എന്ന് പറയുമ്പോൾ n 5 ആയതുകൊണ്ട് 5+1/2th ഡാറ്റ വരും. 6/2 എന്ന് പറഞ്ഞാൽ തേർഡ് ഡാറ്റ. യെസ്, 1 2 3 തേർഡ് ഡാറ്റ ആണ് മീഡിയൻ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ n 5 ആണ്, അത് ഓഡ് നമ്പർ ആണ്. ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ 5+1/2th ഡാറ്റയാണ് മീഡിയൻ, അതായത് തേർഡ് ഡാറ്റയാണ് മീഡിയൻ. കണ്ടില്ലേ, തേർഡ് ഡാറ്റ തന്നെയല്ലേ മീഡിയൻ. ഒരുപാട് ഡാറ്റാസ് വരും ഈ ഫോർമുല ഉപയോഗിക്കണം. ഇനി n ഈവൺ ആണെന്നുണ്ടെങ്കിൽ 2 മിഡിൽ നമ്പർ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് എടുക്കും, ഹാഫ് ഓഫ് അല്ലേ, ഹാഫ് ഓഫ് ദ സം ഓഫ് ദ മിഡിൽ നമ്പേഴ്സ്. ഹാഫ് ഓഫ് ദ മിഡിൽ നമ്പർ വിൽ ബി n/2th ഡാറ്റ പ്ലസ് ഇസ്റ്റ് നെക്സ്റ്റ് ഡാറ്റ. n/2th ഡാറ്റയും n/2 പ്ലസ് 1th ഡാറ്റയും അത് രണ്ടും ആയിരിക്കും മിഡിലിൽ വരാം. n/2ൻ്റെ നെക്സ്റ്റ് n/2 പ്ലസ് 1 ആണ്. എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ നെക്സ്റ്റ് എന്ന് എഴുതിയതാ. ഇഫ് n ഈസ് ഈവൺ. ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്, മറന്നു പോകരുത്. മീഡിയൻ കാണാനുള്ള ഫോർമുല ഇതാണ്, മീഡിയൻ. അപ്പോൾ ഈവൺ ആകുമ്പോൾ ശ്രദ്ധിക്കണം, 2 മിഡിൽ നമ്പറുകൾ വരും. ഏതൊക്കെയാണ്? n/2th ഡാറ്റയും അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഡാറ്റയും. അത് രണ്ടും മിഡിലാണ്. അത് രണ്ടിൻ്റെ സം എടുത്തിട്ട് ആവറേജ് എടുത്താൽ മതി. ഓക്കെ ആയല്ലോ.